ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിക്ക് പ്രധാനമായിട്ടും 5 സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെന്ന് പറയാം. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിക്ക് 5 ഹെഡ്സിൽ നിന്നാണ് പ്രധാനമായിട്ടും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഏത് വരുമാനമാണെങ്കിലും ഞാൻ ഇനി പറയാൻ പോകുന്ന 5 ഹെഡിലായിട്ട് തന്നെ ചാർജ് ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറീസ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് വേണമെങ്കിൽ സാലറി ഇൻകം ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ വരുമാനമാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഒന്നാമത്തത് സാലറി ഇൻകം, രണ്ടാമത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. മൂന്നാമതായിട്ടൊരു ഹെഡ് എന്ന് പറയുന്നത് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. ഇപ്പോൾ രണ്ടാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടി, മൂന്നാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ബിസിനസ് ഓർ പ്രൊഫഷൻ. ദെൻ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ, അടുത്ത ഒരു ഹെഡിൻ്റെ പേര് ക്യാപിറ്റൽ ഗെയിൻ. ഇനി ഇതൊന്നുമല്ലാതെ അഞ്ചാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇൻഫർമേഷനായിട്ട് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ രാജ്യത്ത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നിങ്ങൾ എന്ത് വരുമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അത് ടാക്സ് അടയ്ക്കുന്നത് ഈ പറയുന്ന 5 ഹെഡിൽ ഏതെങ്കിലും ഒരു ഹെഡ് ആയിരിക്കണം. ആറാമതായിട്ടൊരു ഹെഡ് നമുക്കില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് 5 രീതിയിൽ മാത്രമേ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. ഇത്രയും ഓക്കെ ആണല്ലോ. അതിൽ ഒന്നാമത്തത് സാലറി, ദെൻ ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, അത് ഒറ്റ ഹെഡാണ്, ബിസിനസ് ഓർ പ്രൊഫഷൻ. ദെൻ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. പിന്നീട് ഇതിലൊന്നും ഉൾപ്പെടാത്ത മറ്റെല്ലാ വരുമാനങ്ങളും ഒരൊറ്റ ഹെഡായിട്ട് പറയുന്നു, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇങ്ങനെ 5 ഹെഡായിട്ടാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് പഠിക്കാനുള്ളതിൻ്റെ കണ്ടൻറ്റ് വൈസ് ആണെങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന വെച്ചാണെങ്കിലും ശരി തന്നെ ഈ സാലറി എന്ന മൊഡ്യൂളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് പ്രാക്ടിക്കലി എല്ലാവരും സാലറി വാങ്ങുന്നവരാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സിലബസ് അനുസരിച്ച് സാലറി എന്ന് പറയുന്ന മൊഡ്യൂളായിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്നത്. ഏറ്റവും വലിയ മൊഡ്യൂളും സാലറി തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടൊരു മൊഡ്യൂളായിട്ട് പണ്ട് തൊട്ടേ പറയുന്നത് ഇൻകം ഫ്രം സാലറീസ് ആണ്. ഓക്കെ, സോ ഇൻകം ഫ്രം സാലറി ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ പറഞ്ഞുതരാം. ഈ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സാലറി എന്ന മൊഡ്യൂളിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ A+ കാറ്റഗറിയാണ്, എല്ലാം പഠിച്ചു. ഇൻകം ഫ്രം സാലറി ആയിട്ട് ബന്ധപ്പെട്ട് എനിക്കിനി ഒന്നും നോക്കാനില്ല, ഞാൻ എല്ലാ കാര്യവും പഠിച്ച് വെച്ചാൽ പോലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ കിട്ടത്തില്ല. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, അയ്യോ ഇത് ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ ടെക്സ്റ്റിൽ നോട്ടായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഞാൻ പറയാൻ വരുന്നത്. നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന കുറച്ച് അസംഷൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരടക്കം പലപ്പോഴും തെറ്റിക്കാറുണ്ട്. കാര്യം ടെക്സ്റ്റിൽ, ഞാൻ വീണ്ടും പറയുന്നു, ടെക്സ്റ്റിൽ ഇത് ഒരു നോട്ടായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ, അല്ലെങ്കിൽ ഇനി ഫുൾ മാർക്ക് തന്നെ വേണ്ടോ, ഞാൻ ഈ പറയുന്ന കാര്യം കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ തുടക്കം മുതലേ തെറ്റിപ്പോവും. ഒരു വലിയ മാർക്കിൻ്റെ, ഇപ്പോൾ 5 മാർക്കോ 10 മാർക്കിൻ്റെയോ വലിയ ചോദ്യമായിരിക്കും, നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷേ ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ നോക്കി വെച്ചിട്ടില്ലെങ്കിൽ ആദ്യം മുതലേ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. സാലറി എന്ന മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി, നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി എന്ന് പറഞ്ഞുതരാം. ഈ ഇൻകം ഫ്രം സാലറീസ് എന്ന വേർഡിൻ്റെ മീനിങ് ആദ്യം നോക്കി വെക്കുന്നത് നല്ലതാണ്. കാര്യം നാളെ കാലത്ത് ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് സാലറി എന്ന് പറയാതെ നമ്മുടെ ആക്റ്റിൽ ഇൻകം ഫ്രം സാലറീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇത്രത്തോളമൊന്നും ചിന്തിച്ച് കൂട്ടേണ്ട കാര്യമില്ല പരീക്ഷയ്ക്ക്. എന്നാൽ ഇപ്പോഴേ പറഞ്ഞു തരുവാണ്, ഒരു ഇൻ്റർവ്യൂവിലെ മിക്കവാറും ഒരു സ്ഥിരം ചോദ്യമാണ്, എന്തുകൊണ്ട് നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിൽ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നതിന് പകരം ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്നു. മലയാളത്തിൽ നമ്മൾ പൊതുവേ ശമ്പളം എന്നേ പറയാറുള്ളൂ, അല്ലാതെ ശമ്പളങ്ങൾ എന്നങ്ങനെ അധികം പറയാറില്ല. പക്ഷേ ഇംഗ്ലീഷ് വേർഡ് വരുമ്പോൾ ഇൻകം ടാക്സ് ആക്റ്റിൽ സാലറീസ് എന്ന വാക്കാണ് ഇൻകം ടാക്സ് ആക്റ്റിൽ കിടക്കുന്നത്. ഇത് ഞാൻ എഴുതി ചേർത്തതൊന്നുമല്ല, നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിൽ സാലറീസ് എന്ന് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കേണ്ടി വരും. നിങ്ങൾ പറയേണ്ടത് ഇതാണ്, നമ്മൾ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് സാലറി എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ എമൗണ്ട് അല്ല പഠിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം അവസാനമാകുമ്പോൾ അക്കൗണ്ടിൽ ശമ്പളം ക്രെഡിറ്റ് ആകും. ആ ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് ഇപ്പോൾ 50,000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 50,000 എന്നും പറഞ്ഞൊരു സിംഗിൾ എമൗണ്ട് ആയിട്ടല്ല ശരിക്കും നിങ്ങളുടെ സാലറിയെ കണക്കാക്കുന്നത്. ഇവിടെ വേരിയസ് കമ്പോണൻസ് ഉണ്ട്. അതായത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ശമ്പളം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു 4 കമ്പോണൻ്റ് ഉണ്ട്. ബേസിക് സാലറി, അലവൻസസ്, പെർക്വിസിറ്റ്സ്, പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി. അലവൻസസ് എന്ന പല ടൈപ്പ് അലവൻസസ് ഉണ്ട്, പെർക്വിസിറ്റ് എന്ന പല ടൈപ്പ് പെർക്വിസിറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം എമൗണ്ടുകളുടെ കമ്പിലേഷൻ, ഒരു കൂട്ടം എമൗണ്ടുകൾ ജോയിൻ ചെയ്താണ് അവസാനം ഒരു എമൗണ്ടായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. സോ ഇറ്റ്സ് നോട്ട് സാലറി, ഇറ്റ്സ് സാലറീസ്. പല വിധത്തിലുള്ള എമൗണ്ടുകളായിരിക്കും നിങ്ങൾക്ക് കമ്പനി ഓഫർ ചെയ്യുന്നത്. ബേസിക് സാലറി ആയിട്ട് ഒരു 15,000 രൂപ,
അലവൻസസ് ആയിട്ട് എല്ലാം കൂടി 25,000 രൂപ, അങ്ങനെ പെർക്വിസിറ്റ് ആയിട്ടൊരു 5,000 രൂപ, അതായിട്ടൊരു 2,000 രൂപ, ഇതായിട്ടൊരു 4,000 രൂപ, ഇങ്ങനെ പലത് ചേർന്നാണ് നമ്മുടെ ശമ്പളമായിട്ട് മാറുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇൻകം ഫ്രം സാലറീസ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേരിയസ് കമ്പോണൻസ് ചേർന്നാണ് എന്താകുന്നത് നമുക്ക് ഈ പറയുന്ന സാലറീസ് അല്ലെങ്കിൽ നമ്മുടെ ശമ്പളമായിട്ട് മാറുന്നത്. അങ്ങനെ പല കമ്പോണൻസ് ഉള്ളത് കൊണ്ടാണ് ഒരു പ്ലൂറൽ യൂസ് ചെയ്തിരിക്കുന്നത്, ഇൻകം ഫ്രം സാലറീസ്. ഇതിപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതൊന്നുമല്ല, ജസ്റ്റ് ഉറപ്പായിട്ടും സ്ഥിരമായിട്ട് ഈ ടാക്സ് അറിയാവുന്ന അധ്യാപകർ ഇൻ്റർവ്യൂ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പനിയിലാണെങ്കിലും ടാക്സ് അറിയാവുന്ന ഓഫീസേഴ്സാണ് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്നതെങ്കിൽ ഈ ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയാതെ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്നത്? പലരും കൊടുക്കുന്ന ഉത്തരവെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേരുടെ ശമ്പളത്തിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതല്ല, നമുക്ക് കിട്ടുന്ന ശമ്പളം ഒരുപാട് കമ്പോണൻസ് ചേരുന്നതായതുകൊണ്ടാണ് ഇൻകം ഫ്രം സാലറീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചോ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് പോകാം. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പം നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഇയാൾ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഞാൻ നിങ്ങൾക്കൊരു ഫുൾ മാർക്ക് മേടിക്കാനുള്ള സഹായമാണ് ചെയ്യുന്നത്. എല്ലാ കാര്യവും അറിയാമെങ്കിൽ പോലും ഞാൻ ഇനി പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസറിൽ 1 മാർക്ക് പോലും കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോണം, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആ എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പം മിസ്റ്റർ എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. സാലറി ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നത് ഒരു വ്യക്തിയുടെ പേര് വെച്ചായിരിക്കും. മിസ്റ്റർ എക്സ് എന്നും പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ തന്നിരിക്കുവാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിടത്ത് പോലും, അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ ഒരിടത്ത് പോലും ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി ആണോ അതോ പ്രൈവറ്റ് എംപ്ലോയി ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പം മിസ്റ്റർ എക്സ് ഗവൺമെൻറ് എംപ്ലോയി ആണെന്നോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് തന്നെ കണക്കാക്കണം. അങ്ങനെ കണക്കാക്കിയാൽ മാത്രമേ ആ ഉത്തരം കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പം മിസ്റ്റർ എക്സിൻ്റെ ടാക്സ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ മിസ്റ്റർ എക്സുമായിട്ട് ബന്ധപ്പെട്ട പുള്ളിയുടെ സാലറി കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം വരുവാണ്. വലിയ മാർക്കിൻ്റെ ചോദ്യം, എസ് ആണെന്ന് വിചാരിച്ചോ. പക്ഷേ ക്വസ്റ്റ്യനിൽ പുള്ളി ഗവൺമെൻറ് എംപ്ലോയി ആണോ അതോ പ്രൈവറ്റ് എംപ്ലോയി ആണോ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തെറ്റിച്ച് പുള്ളിയെ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് കണക്ക് ചെയ്ത് വെച്ചാൽ ഉത്തരം തെറ്റും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ ജോലി സർക്കാർ ഉദ്യോഗസ്ഥനാണോ അതോ പ്രൈവറ്റ് എംപ്ലോയി ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ പുള്ളിയെ പ്രൈവറ്റ് എംപ്ലോയി ആയിട്ട് വേണം കണക്കാക്കാൻ, നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് വേണം കണക്കാക്കാൻ. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിരിക്കും. ഈ ഒരു പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോണം. ഇത് ടെക്സ്റ്റിൽ നോട്ടായിട്ടൊന്നും കാണത്തില്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സാലറിയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 20-ലധികം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യണം? നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് തന്നെ അസ്യൂം ചെയ്യണം. എങ്കിലേ നമുക്ക് മാർക്ക് കിട്ടൂ, എങ്കിലേ ആ ഉത്തരം കറക്റ്റായിട്ട് വരൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇതാണ് പലപ്പോഴും പിള്ളേർക്ക് തെറ്റിക്കുന്നത്. ഒരു എമൗണ്ട് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, എന്തെങ്കിലും ഒരു എമൗണ്ട്, ഇന്ന അലവൻസ് ഇത്ര രൂപ, ഒരു അലവൻസിൻ്റെ പേര് എന്നിട്ട് പറയുവാണ് ഇത്ര രൂപ. പക്ഷേ അത് മന്ത്ലി എമൗണ്ട് ആണോ അതോ ഇയർലി എമൗണ്ട് ആണോ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പെർ മന്ത് ആണെന്നോ പെർ ഇയർ ആണെന്നോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിലൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അത് ഒരു മാസത്തേക്കുള്ള എമൗണ്ട് ആണോ അതോ ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് ആണോ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പെർ മന്ത് ഒന്നുമില്ല പെർ ഇയർ ഒന്നുമില്ല, എമൗണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനാണെങ്കിൽ കൃത്യമായിട്ട് മന്ത്ലി ആണോ ഇയർലി ആണോ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇയർലി എമൗണ്ടായിട്ട് തന്നെ എടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഇയർലി എമൗണ്ടായിട്ട് എടുക്കാതെ നിങ്ങളതങ്ങാനും മന്ത്ലി ആയിട്ട് എടുത്താൽ നിങ്ങൾ വീണ്ടും അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യനിലൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അത് മന്ത്ലി ആണോ ഇയർലി ആണോ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ തന്നിരിക്കുന്ന എമൗണ്ട് ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് ആണ്. അതങ്ങനെയാണ്, ഇൻകം ടാക്സ് അങ്ങനെ അസ്യൂം ചെയ്യാനാണ് പറയുന്നത്. അത് ഇയർലി എമൗണ്ട് ആയിട്ട് എടുക്കണം. ഇപ്പോൾ മനസ്സിലായോ എന്താണ് ഈ ക്ലാസ്സിൻ്റെ പ്രാധാന്യമെന്ന്? നിങ്ങളെല്ലാം നോക്കിക്കൊണ്ടുപോകും. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന അലവൻസ് 4000 രൂപ. ചേടാ, ഇത് ഒരു മാസത്തേക്കാണോ ഒരു വർഷത്തേക്കാണോ അറിയില്ലല്ലോ. നിങ്ങൾ തെറ്റിച്ച് ഒരു മാസത്തേക്ക് എടുത്താൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇതിനെ വീണ്ടും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദേ മൊത്തം തെറ്റും. കാര്യം എന്താ? ഈ 4000-നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട. പിന്നെ തന്നിരിക്കുന്ന എമൗണ്ട് ഇയർലി ആണെന്ന് പറഞ്ഞിട്ടില്ല, മന്ത്ലി ആണെന്നും പറഞ്ഞിട്ടില്ല. എങ്കിലത് ഇയർലി എമൗണ്ട് ആയിട്ട് തന്നെ എടുക്കണം. ഈ 4000 വെച്ച് തന്നെ അങ്ങ് ചെയ്തു പോകാനാണ് പറയുന്നത്.
ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം മനസ്സിലായോ? എല്ലാം പഠിച്ചുകൊണ്ട് പോയിട്ടും ഈ ഒരു പോയിന്റ് നോക്കിയില്ലെങ്കിൽ അവിടെ തൊട്ട് അങ്ങോട്ട് തെറ്റിങ്ങ് പോകും. അപ്പോൾ ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് അസ്യൂം ചെയ്യണം. രണ്ടാമത്തത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ഒരു എമൗണ്ട് മന്ത്ലി എമൗണ്ട് ആണോ ഇയർലി എമൗണ്ട് ആണോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇയർലി എമൗണ്ട് ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ ആണല്ലോ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന അലവൻസ്. സാലറിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അലവൻസസ് ഉണ്ട്. ആ അലവൻസസിൽ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന ഒരു അലവൻസ് പുള്ളി അത് ചിലവാക്കി തീർത്തോ അതോ ചിലവാക്കിയില്ലെന്ന് പറയുന്നില്ല. ഒരു എംപ്ലോയിക്ക് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി 1000 രൂപ അലവൻസ് കൊടുത്തു, ഇത്രേ ക്വസ്റ്റിന് പറയുന്നുള്ളൂ. പുള്ളി അതിൽ എത്ര രൂപ ചിലവാക്കി എന്നോ എത്ര രൂപ ചിലവാക്കിയില്ലെന്നോ പറയുന്നില്ല. അലവൻസ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്പെൻഡിങ്ങിനെ പറ്റി പറയുന്നില്ലെങ്കിൽ അത് മുഴുവനും സ്പെൻഡ് ചെയ്തു എന്ന് വേണം അസ്യൂം ചെയ്യാൻ. ഇപ്പം മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് യൂണിഫോം അലവൻസ് കൊടുത്തു, അത് ഒഫീഷ്യൽ പർപ്പസ് ആണല്ലോ. യൂണിഫോം അലവൻസ് ആയിട്ട് 1000 രൂപ കൊടുത്തു എന്ന് മാത്രമേ ക്വസ്റ്റിന് പറയുന്നുള്ളൂ. പുള്ളി എത്ര രൂപ ചിലവാക്കി യൂണിഫോം വാങ്ങി എന്നൊന്നും പറയുന്നില്ല, പിന്നെ ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ 1000 രൂപയും ചിലവാക്കി, 1000 രൂപയും ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി തന്നെ ചിലവാക്കി എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് ടാക്സബിൾ പോർഷൻ വരത്തില്ല. ഇതൊക്കെ അറിയില്ലെങ്കിൽ മൊത്തം തെറ്റിപ്പോവുകയെ. അപ്പോൾ ഒരു എമൗണ്ട് ശ്രദ്ധിച്ച് കേട്ടോണം, ഒരു എമൗണ്ട് ഒഫീഷ്യൽ പർപ്പസ് അലവൻസ് ആയിട്ട് കൊടുക്കുകയും പിന്നീട് അത് ചിലവാക്കിയോ അതോ ചിലവാക്കിയില്ലേ എന്നൊന്നും പറയുന്നില്ലെങ്കിൽ അത് അയാൾ ഫുള്ളി സ്പെൻഡ് ചെയ്തു, മുഴുവൻ എമൗണ്ടും സ്പെൻഡ് ചെയ്തു എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ. അപ്പോൾ സാലറിയായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട നോക്കിക്കോണം, അരിയേഴ്സ് ഓഫ് സാലറി കിട്ടും. അതായത് മുൻപ് കിട്ടാതിരുന്ന ശമ്പളം, പണ്ട് എപ്പോഴോ കിട്ടാതിരുന്നൊരു സാലറി ഇപ്പോൾ കിട്ടാം, അതാണല്ലോ അരിയർ എന്ന് പറയുന്നത്. അപ്പോൾ അരിയേഴ്സ് ഓഫ് സാലറി കിട്ടിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും പറയുന്നില്ല. അരിയേഴ്സ് ഓഫ് സാലറി 30,000 രൂപ, വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ കിട്ടിയ അരിയേഴ്സ് ഓഫ് സാലറി അന്ന്, അതായത് എന്നാണോ കിട്ടേണ്ടത് അന്ന് ടാക്സ് ചെയ്തോ ചെയ്തില്ലേ എന്ന് പറയുന്നില്ല. ക്വസ്റ്റ്യനിൽ ഇത്രേ പറയുന്നുള്ളൂ, അരിയേഴ്സ് ഓഫ് സാലറി ഇപ്പോൾ കൊടുത്തു ഒരു 30,000 രൂപ. ഈ എമൗണ്ട് അന്ന്, അതായത് കിട്ടേണ്ട സമയത്ത് ടാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പറയുന്നില്ലെങ്കിൽ അതവിടെ ടാക്സ് ചെയ്തിട്ടില്ല, നമ്മളിപ്പോൾ വേണം അത് ടാക്സ് ചെയ്യാൻ. അരിയേഴ്സ് ഓഫ് സാലറി എന്ന് മാത്രം പറയുന്നു, എമൗണ്ടും തന്നാൽ ആ എമൗണ്ട് നമ്മളിപ്പോൾ ഈ വർഷം വേണം ആ എമൗണ്ട് നമ്മൾ സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് ടാക്സ് ചെയ്യാൻ. ഇറ്റ് ഷുഡ് ബി ടാക്സ്ഡ് എന്നാണ്. മുൻപ് ടാക്സ് ചെയ്തതിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ ചില ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കും അരിയേഴ്സ് ഓഫ് സാലറി 30,000, പക്ഷേ അത് പണ്ട് ടാക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ വീണ്ടും ടാക്സ് ചെയ്യണ്ട, അതെടുക്കണ്ട. പക്ഷേ ഇവിടുത്തെ അസംഷൻ എന്താ ഞാൻ പറയുന്നത്? ഒന്നും പറയുന്നില്ല. അരിയേഴ്സ് ഓഫ് സാലറി 30,000 രൂപ, വേറെ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഈ വർഷം ആ അരിയർ കിട്ടിയതായിട്ട് ടാക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്വസ്റ്റ്യന് പറഞ്ഞാലും ഇല്ലെങ്കിലും ഡിഡക്റ്റ് ചെയ്യണം. ഓരോ വർഷവും സാലറിയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ട്. ഇപ്പോൾ നിലവിലത് 50,000, അത് മാറിയൊക്കെ ചെയ്യും. അപ്പോൾ അടുത്ത കൊല്ലം ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള എമൗണ്ട് ആവണോ എന്നില്ല, ഇനി അങ്ങോട്ട് എന്ത് തന്നെയാണെങ്കിലും ഒരു എമൗണ്ട് വരും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നും പറഞ്ഞ് നമുക്ക് ശമ്പളം കണ്ടുപിടിച്ചിട്ട് ഒരു എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. അത് ക്വസ്റ്റ്യന് പറയണമെന്നില്ല കുറയ്ക്കണമെന്ന്, ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് എന്നാണ്. ക്വസ്റ്റ്യനിൽ പുള്ളിയുടെ ശമ്പളം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ കണ്ടുപിടിച്ച് സാലറി, ഗ്രോസ് സാലറി കണ്ടുപിടിച്ചിട്ട് വേറെ ഒരു ഡിഡക്ഷനും ഇല്ലെങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞുള്ള ആ എമൗണ്ട് കുറച്ചിരിക്കണം. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റിമേഷനും വേണ്ട, നിങ്ങൾ നിർബന്ധമായിട്ടും ആ എമൗണ്ട് കുറയ്ക്കണം. അതൊക്കെ അസംഷനാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ ആവശ്യം വരും. അതായത് പെർക്വിസിറ്റ് ഉണ്ടല്ലോ, വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, വീടിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കുന്ന പരിപാടിയുണ്ട്. പെർക്വിസിറ്റ് എന്ന് പറയും, പെർക്വിസിറ്റിൻ്റെ വാല്യുവേഷൻ. അവിടെ നമുക്ക് ആ വീട് ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തെ പോപ്പുലേഷൻ വേണം. അപ്പോൾ ഈ പോപ്പുലേഷൻ്റെ ബേസിലാണ് ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ക്വസ്റ്റ്യനിൽ പോപ്പുലേഷൻ തന്നിട്ടില്ല, പുള്ളിയുടെ പ്ലേസിലെ പോപ്പുലേഷൻ തന്നിട്ടില്ല. പോപ്പുലേഷൻ അറിഞ്ഞാലേ കണക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്ന്. അല്ല, പോപ്പുലേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ്സിംഗ് ആണെങ്കിൽ ഹയസ്റ്റ് പോപ്പുലേഷൻ്റെ റേറ്റ് ഇട്ടങ്ങ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ പോപ്പുലേഷൻ തന്നിട്ടില്ല, നമുക്കിപ്പോൾ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്ഥലത്തെയും പോപ്പുലേഷൻ അറിയാവോ? അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോപ്പുലേഷൻ തരണം, യഥാർത്ഥത്തിൽ തരണം, നോർമലി തരും. ഓക്കെ, സപ്പോസ് പോപ്പുലേഷൻ തന്നിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് പലപ്പോഴും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ തന്നിരിക്കുന്ന ഓരോ പോയിൻറ്റും മുൻ വർഷങ്ങളിലെ ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിള്ളേർക്ക് നല്ല പണി കൊടുത്തതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർ നല്ല പണി കൊടുക്കും, അതായത് പോപ്പുലേഷൻ കൊടുക്കൂല. അപ്പോൾ പിള്ളേർ വിചാരിക്കും ക്വസ്റ്റ്യൻ തെറ്റാ കേട്ടോ, ക്വസ്റ്റ്യൻ തെറ്റാ, ഫുൾ മാർക്ക് കിട്ടും. ഒരിക്കലുമില്ല.
പോപ്പുലേഷൻ തന്നിട്ടില്ലെങ്കിൽ ഹയസ്റ്റ് പോപ്പുലേഷൻ അസ്യൂം ചെയ്ത് ചെയ്യണമെന്നാണ് റൂള്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെയും നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾ പലപ്പോഴും അബദ്ധം പറ്റാവുന്നതാണ്. സോ ഈ ഒരു സാലറി എന്ന മൊഡ്യൂൾ മാത്രമല്ല, ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് മൊഡ്യൂളും, ഇൻട്രൊഡക്ഷനും സാലറിയും ഹൗസ് പ്രോപ്പർട്ടിയും ബിസിനസ് ഓർ പ്രൊഫഷനും ക്യാപിറ്റൽ ഗെയിനും ഇൻകം ഫ്രം അതർ സോഴ്സും എല്ലാ ടോപ്പിക്കും ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് തരാം, അതിൽ ജോയിൻ ചെയ്ത് തന്നെ കയറാം. മിക്കവാറും സ്റ്റുഡൻസും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്യാം. വിളിക്കേണ്ട, ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. എനിക്ക് ഈ പറയുന്ന ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മളത് പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫീസിൻ്റെ കാര്യങ്ങളും മറ്റും എല്ലാം പറയാം. അപ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന സാലറി അടക്കമുള്ള എല്ലാ മൊഡ്യൂളിലെയും എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇതൊന്നും ടെക്സ്റ്റിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. ഇത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ലടോ. പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ഞാൻ എടുത്ത കാര്യങ്ങളാണ്. ഒരു എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയി ആണോ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. പലപ്പോഴും പിള്ളേർ തെറ്റിച്ച് വയ്ക്കും. കുറേ പിള്ളേർ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് അസ്യൂം ചെയ്താൽ ഉത്തരം തെറ്റും. കാര്യം അവിടെ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് വേണം കണക്ക് ചെയ്യാൻ. അതിനേക്കാളും അപകടം ഇതാണ്. ഒരു എമൗണ്ട് തന്നിരിക്കും, പല പിള്ളേരും തന്നിരിക്കുന്ന എമൗണ്ട് മന്ത്ലി ആയിട്ട് എടുത്ത് ചെയ്യും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മന്ത്ലി അല്ല, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയർലി ആയിട്ട് വേണം എടുത്ത് ചെയ്യാൻ. അടുത്തത് സ്പെൻഡ് ചെയ്തോ സ്പെൻഡ് ചെയ്തില്ലേ എന്ന് അറിയത്തില്ല. ഒഫീഷ്യൽ പർപ്പസ് കുറേ പിള്ളേർ വിചാരിക്കും അത് സ്പെൻഡ് ചെയ്ത് കാണത്തില്ലായിരിക്കും. അങ്ങനല്ല, സ്പെൻഡ് ചെയ്തു എന്ന് വേണം എടുക്കാൻ. ഒഫീഷ്യൽ പർപ്പസ് അലവൻസിനെ പറ്റി ഒന്നും പറയുന്നില്ലെങ്കിൽ സ്പെൻഡ് ചെയ്തു, അപ്പോൾ നമ്മൾ ആ എമൗണ്ട് പിന്നെ ടാക്സബിൾ ആക്കണ്ട. ഇങ്ങനെ കുറേ അസംഷൻസാണ് ഈ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇതും വരാറുണ്ട്. അതായത് വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷനിൽ ഒരു പ്രോബ്ലം കിടക്കുന്നു, പക്ഷേ പോപ്പുലേഷൻ തന്നിട്ടില്ല. ഉടനെ പറയും ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആണ് കേട്ടോ, ഫുൾ മാർക്കും കിട്ടും. ഒന്നും കിട്ടാൻ പോകുന്നില്ല. പോപ്പുലേഷൻ തന്നിട്ടില്ലെങ്കിൽ ഹയസ്റ്റ് പോപ്പുലേഷൻ റേറ്റ് വെച്ചങ്ങ് ചെയ്യണം. ഇങ്ങനെ സാലറി ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ തന്നെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതേ ഉള്ളൂ. നമ്മുടെ ആപ്പ് ഫെമിലിയർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഫീസും മറ്റു കാര്യങ്ങളും ജോയിൻ ചെയ്യുന്ന രീതിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഇൻകം ടാക്സ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് പറഞ്ഞ് വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്യുന്നതും ചെയ്യാത്ത നിങ്ങളുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇത് കൂടുതലും ഞാൻ എയിം ചെയ്യുന്നത് എല്ലാം പഠിച്ചിട്ട് അവസാനം ഈ ഒരു ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ ഫുൾ മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ഇവിടെയാണ് പണി കിട്ടുന്നത്. ഇത് നല്ലപോലെ പണി കിട്ടും. നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് പോയവരായിരിക്കും. ഇത് നോക്കാതെ പോയിട്ട് ഒരു എമൗണ്ട് തന്നിരിക്കുന്നു, ആ തന്നിരിക്കുന്ന എമൗണ്ടിനെ വീണ്ടും 12 കൊണ്ടെങ്ങാനും മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ പണി കിട്ടും. അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കടക്കം അബദ്ധം പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. സോ ക്ലാസ് ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് 25ഓളം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യിപ്പിച്ചാണ് ഓരോ മൊഡ്യൂളും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ ഈ ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്, ഞാൻ ഈ ക്ലാസ്സിൻ്റെ ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.